ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുമാണ് ഇപ്പോൾ എല്ലായിടത്തും ചർച്ചാ വിഷയം. അതുകൊണ്ട് സർക്കാരിനുണ്ടായിട്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഉത്തരം പറയാനുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് സർക്കാരിന് രക്ഷപ്പെടാനായി എന്നതാണ്. ഉദാഹരണത്തിന് ഏകദേശം ഒരു മാസം മുൻപാണ് വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലും വിലങ്ങാട് ഉരുൾപൊട്ടലും ഒക്കെ സംഭവിച്ചത്. ഒരുപാട് ആളുകളുടെ ജീവനും ജീവനോപാധിയൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു. അവസാനത്തെ ആളെയും കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ അവിടുന്ന് മടങ്ങുള്ളൂ എന്നൊക്കെ ആദ്യം പ്രഖ്യാപിച്ച സർക്കാർ ഏകദേശം 119 പേരെ ഇനിയും കണ്ടെത്താനുണ്ടായിരുന്ന സാഹചര്യത്തിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സേനകൾ ഭൂരിപക്ഷത്തെയും തിരികെ വിളിച്ചിരുന്നു. കമ്മ്യൂണിറ്റി കിച്ചണൊക്കെ നിർത്തലാക്കിയിരുന്നു. പക്ഷേ അത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചില്ല. കാരണം വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാവുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. ദുരിതബാധിതർ, അവരുടെ ഇനിയുള്ള ജീവിതം, പുനരധിവാസം, ദുരിതാശ്വാസ നിധി, അതിലേക്ക് വരുന്ന ഫണ്ട്, ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും മറുപടി പറയേണ്ടാത്തൊരു സാഹചര്യത്തിലേക്ക് സർക്കാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അർജുൻ്റെ കാര്യം. അർജുനെ കാണാതായിട്ട് 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൽ ഇത് വലിയ വാർത്തയാകുന്നതും അന്വേഷണം ആരംഭിച്ചതൊക്കെ. ആദ്യമൊക്കെ അർജുനെ കണ്ടെത്തിയിട്ടേ തിരിച്ചു വരുള്ളൂ എന്നാണ് സർക്കാർ പറഞ്ഞിരുന്നത്. പക്ഷേ പുതിയ വാർത്ത വരുമ്പോൾ സർക്കാർ അതിൻ്റെ പുറകെയായി. അർജുനെ കണ്ടെത്തുക എന്ന റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് സർക്കാർ മെല്ലെ ഒഴിഞ്ഞു മാറാൻ തുടങ്ങി. പിന്നെ മുല്ലപ്പെരിയാർ തലേൻ്റെ മുകളിൽ ഇത്രയും വലിയൊരു ജലബോംബ് ഇരിക്കുമ്പോൾ എങ്ങനെ ആളുകളുടെ ഭയം മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ ഡീകമ്മീഷൻ ചെയ്യാന്നുള്ള കാര്യം സർക്കാർ പറയുന്നില്ല. പുതിയ വാർത്തകൾ വരുമ്പോൾ അതിലേക്ക് തെന്നി മാറുകയാണ്. മറ്റൊരു വിഷയം എന്താ വെച്ചാൽ കാഫർ സ്ക്രീൻഷോട്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോലാഹലം ഉണ്ടാക്കിയ ഒരു വിഷയം തന്നെയായിരുന്നു ഈ കാഫർ സ്ക്രീൻഷോട്ട്. അപ്പോൾ ഇതിന്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ള അന്വേഷണത്തിൽ, പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അതൊരു ഡിവൈഎഫ്ഐ പ്രവർത്തകനാണ് ആദ്യമായിട്ട് അത് ഷെയർ ചെയ്തത് എന്നുള്ളൊരു വിവരം വന്നിരുന്നു. ഡിവൈഎഫ്ഐ തന്നെ ഇയാളെ സംരക്ഷിച്ച് രംഗത്തെത്തുകയും ചെയ്തു. ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രശ്നമായിരുന്നിട്ട് കൂടി അതിനെക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും പ്രതികരിക്കാനോ മറുപടി പറയാനോ ഒന്നും CPM പിന്നീട് തയ്യാറായിട്ടുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. പക്ഷേ അത് ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്ന, ചർച്ച ചെയ്യപ്പെടേണ്ട, പരിഹാരം കണ്ടെത്തേണ്ട വിഷയങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള ഒരു ഓപ്ഷനായിട്ട് സർക്കാർ കാണരുത്.